ഒരു ഹെൽത്ത് കെയർ വിസ അവൈലബിൾ ആണ്, വേണ്ടവർ എത്രയും പെട്ടെന്ന് DM ചെയ്യുക. ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് നമ്മൾ കാണാറുണ്ട്. പല സ്റ്റോറികളിലും COS അവൈലബിൾ ആണെന്നും ഇത്ര എമൗണ്ട് പേ ചെയ്യണമെന്നും കൃത്യമായി കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് എത്രത്തോളം ധൈര്യമായിട്ടാണ് ഇവരിതെല്ലാം പ്രൊസീഡ് ചെയ്യുന്നതെന്ന്. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. എത്രയൊക്കെ തെറ്റാണെന്നറിഞ്ഞാലും ഇത് വേണമെന്ന് വിചാരിച്ച് പേ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കുറേ പേർക്കൊക്കെ വിസ കിട്ടിയിട്ടുണ്ടാവും, കുറേ പേരൊക്കെ ചതിക്കപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ തെറ്റിൽ ഒരു ശരിയുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത എനിക്ക് പോലും സ്പോൺസർഷിപ്പ് അവൈലബിൾ ആയൊരു സമയമുണ്ടായിരുന്നു. അത് ഒരു പൈസയുടെയും ബലത്തിലല്ല. ഓരോ കെയർ ഹോമുകളും കയറി ഇറങ്ങി ആവശ്യം പറഞ്ഞ് ചോദിച്ച് സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അവരെ കൺവിൻസ് ചെയ്തിട്ടാണ് ആ ഓഫർ കിട്ടിയത്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് പറ്റില്ല എന്ന് തോന്നി ആ ജോലി. അതുകൊണ്ട് മാത്രം അത് വേണ്ട എന്ന് വെച്ചു. ഇപ്പോഴും ഹെൽത്ത് കെയർ വിസയോടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ അറിയാം. ഇവരാരും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതിരുന്നിട്ട് കൂടിയും അവരുടെ സ്കില്ലും കാര്യങ്ങളും ആ പർട്ടിക്കുലർ കെയർ ഹോമിൽ വർക്ക് ചെയ്ത് കാണിച്ച് പ്രൂവ് ചെയ്തിട്ട് കിട്ടിയ വിസയാണ്. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയ സമയത്ത് ഇത്തരം ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ വിസ കിട്ടിക്കഴിഞ്ഞ് ഈ പർട്ടിക്കുലർ ഏജൻസിയിൽ കൂടെ എനിക്ക് വിസ കിട്ടിയെന്ന് തുറന്നു പറഞ്ഞ് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്തും പൈസ പോയവരും എല്ലാം ഇതിനെ ഇൻഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുമല്ലേ. അപ്പോൾ ആരാണ് ശരി?